കൈ നോക്കി കഴിഞ്ഞെങ്കിൽ എന്റെ കൈ കൂടി ഒന്ന് നോക്കോ? ഞങ്ങൾക്ക് കുറച്ചുകൂടെ ചോദിക്കാണ്ടായിരുന്നു. അയ്യോ, പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി മുത്തശ്ശി ഇങ്ങോട്ട് വരിക, ഇവിടെ വന്നോളൂ. എന്ത് വേണമെങ്കിലും ചോദിക്കാം. സ്വാമി, നാളെ ഇവിടെ കാണൂ. ഞാൻ പറഞ്ഞില്ലേ, മാസത്തിൽ ഒരു തവണ വരും. വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണും. അതെന്നാണെന്നൊന്ന് പറയാമോ? ഈ ദിവസം തന്നെ കൂട്ടിക്കോളൂ. ആയില്യം കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എത്തും. ശരി സ്വാമി. ആയിക്കോട്ടെ. ഓ, 10 രൂപ മതിയായിരുന്നു. അല്ല, അതിരിക്കട്ടെ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു സ്വാമിയുടെ പ്രവചനം. ദീർഘായുഷ്മാൻ ഭവ. വാടി. പോവല്ലേ പോവല്ലേ, നിങ്ങൾ അവിടെ നിൽക്കണം. എല്ലാവരുടെയും സത്യസന്ധമായിട്ട് പറയുമെന്ന് അറിയാമല്ലോ. ആ, ഇവരുടെ നോട്ടം അത്ര പന്തിയല്ലല്ലോ. താടി വല്ല ഇളകിയോ? പരീക്ഷിക്കാനായിട്ട് വന്നാണോ? പരീക്ഷിക്കല്ലേ, നോം ഭസ്മമാക്കി കളയും. അതിന് സ്വാമിക്ക് തൃക്കണ്ണുണ്ടോ എന്നെ ഭസ്മമാക്കാൻ? നോം ശിവദീക്ഷ എടുത്തിട്ടുള്ള ആളാ. എന്നെ കളിയാക്കരുത്. ഇനി കളിയാക്കിയാൽ അതെനിക്കല്ല, കൈലാസനാഥനാ. മറക്കട്ടെ. ജോത്സരൊന്ന് നോക്കൂ ജോത്സരെ. കഴിഞ്ഞിട്ട് വീട്ടുകളോ. ദൈവമേ, ഇത് സൂക്ഷിക്കണം. ഇവര് സാധാരണ സ്ത്രീയല്ല. ഇനി എന്ത് ചെയ്യും? ഇതില് നോക്കാനൊന്നുമില്ല. ഇപ്പോ നരച്ച മുടിയുമായിട്ട് അമ്പലങ്ങളായ അമ്പലങ്ങളിലെല്ലാം കയറി നടക്കുക. ആരോരുമില്ലാത്തതുകൊണ്ട്, കെട്ടിയവരുമില്ല, മക്കളുമില്ല. നടതല്ലേ. അതിന് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. കല്യാണം കഴിക്കാത്തവർക്ക് കുട്ടികളുണ്ടാവോ? അല്ല, നിങ്ങളുടെ നല്ല സമയത്ത് കല്യാണം കഴിക്കാത്ത കുട്ടികളുണ്ടായി. പേരുദോഷം കേൾപ്പിച്ച കൂട്ടത്തിലാ നിങ്ങള്. എന്നിട്ടെന്താ, ആ പിള്ളേരും തള്ളിക്കളഞ്ഞു. ഇയാൾക്ക് എന്തിനാ നിങ്ങൾ 500 രൂപ കൊടുത്തത്? പറയുന്നത് മൊത്തം കള്ളവാ, മൊത്തം കള്ളം. ഹേയ്, എനിക്കങ്ങനെ തോന്നിയില്ല. സ്വാമി എന്റെ ഭാര്യ മോളെയും കുറിച്ച് പറഞ്ഞത് 100% സത്യമാണ്. അതെങ്ങനെയാ ഈ കള്ളസ്വാമിക്ക് സത്യം പറയാൻ പറ്റുന്നേ? കള്ളസ്വാമിയോ? നീ കള്ളസ്വാമി തന്നെയാ. ഇനി നിന്റെ ഭാവി ഞാനൊന്ന് പ്രവചിക്കട്ടെ. പണിപാളിയാ. നീ കൈനോട്ടക്കാരന്റെ രൂപത്തിലും ഭാവത്തിലും വേഷം മാറി വന്ന ഒരുത്തനാ. നിന്റെ ഈ താടിയുണ്ടല്ലോ, അത് വെപ്പ് താടിയാ. വെപ്പ് താടിയോ? അതേടാ, വെപ്പ് താടി തന്നെയാ. എങ്ങനെയുണ്ട്? ഇവനാണ് ഞാൻ വഴിതെറ്റി നടക്കുകയാണെന്ന് പറഞ്ഞത്. എടാ, നീ ആണ് കൊള്ളാലടാ. കള്ളൻ, കള്ളൻ, ഓടി വരണേ, കള്ളൻ, കള്ളൻ. പ്രധാനമാണല്ലോ കള്ളൻ.